വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th ചാപ്റ്ററായ പോളിനോമിയൽസ് ആണ്. ഫസ്റ്റ് സെക്ഷൻ ഓൾജിബ്ര ഓഫ് മെഷേഴ്സ് ആണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആണ്. നമുക്കറിയാം റെക്ടാങ്കിൾ എ ബി സി ഡിയുടെ ലെങ്സ് 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആണ് എങ്കിൽ ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 into length plus breadth, that is length plus breadth 3 plus 2 is equal to 5 centimeter. 2 into 5, that is 10 centimeter. ശരിയല്ലേ? എ ബി സി ഡി എന്ന ഈ റെക്ടാങ്കിൾ എടുക്കാം. ഈ റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആണ്. ദാറ്റ് മീൻസ് 3 സെന്റിമീറ്റർ തന്നെയാണ്. നെക്സ്റ്റ് സെറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആണ്. ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. സോ പെരിമീറ്റർ എന്ന് പറയുന്നത് 3 plus 2 plus 3 plus 2, that is equal to 10 centimeter. ഇനി ഈ എ ബി സി ഡി എന്ന റെക്ടാങ്കിളിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. 1 സെന്റിമീറ്റർ ലെങ്ത്തും 1 സെന്റിമീറ്റർ ബ്രെഡ്ത്തും വെച്ചുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റെക്ടാങ്കിൾ ഇതാണ് എ പി ക്യു ആർ. ഓക്കെ, എ പി ക്യു എന്ന ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണാം. ദാറ്റ് ഈസ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 3 plus 1, that is 4 centimeter ആണ് length. Then 2 plus 1, 3 centimeter ആണ് breadth. 4 centimeter length 3 centimeter breadth ആക്കി എടുക്കുമ്പോൾ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 plus 3, that is 7. 2 into 7 is equal to 14 centimeter. ശരിയല്ലേ? നമുക്കറിയാം ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണാനായിട്ട് പെരിമീറ്റർ കാണാൻ 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. സോ എ ബി സി ഡി എന്ന റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 10 സെന്റിമീറ്റർ ആണ് എന്നുള്ളത്. എ ബി സി ഡി എന്ന ഈ റെക്ടാങ്കിളിന്റെ ലെങ്തിനെ 1 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു, ദെൻ ബ്രെഡ്ത്തിനെയും 1 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എ പി ക്യു ആർ ആണ്. റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 3 plus 1 4, ദെൻ 2 plus 1 3. ലെങ്ത്തും ബ്രെഡ്ത്തും ആക്കി എടുക്കാം. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 4 plus 3 7. 2 times 7 is equal to 14 centimeter. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏതൊരു റെക്ടാങ്കിൾ തന്നാലും ആ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണാനായിട്ട് നമുക്കറിയാം. ഇനി ആ പെരിമീറ്ററിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ നമുക്കറിയാം. ശരിയല്ലേ? ഇപ്പൊ ഞാനിവിടെ 3ക്ക് പകരം 5ഉം 6ഉം ആണ് എടുക്കുന്നതെങ്കിൽ അപ്പോഴും നമുക്ക് പെരിമീറ്റർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ 5 plus 6, that is 11. 2 into 11, 22 centimeter. ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 22 സെന്റിമീറ്റർ ആണ്. ദെൻ ലാർജ് റെക്ടാങ്കിളിന്റെ എടുക്കുകയാണെങ്കിലോ 5 plus 1 6 ലെങ്ത് വരും, 6 plus 1 7 ബ്രെഡ്ത്ത് വരും. ദെൻ 7 plus 6, that is 13. 2 times 13 is equal to 26 centimeter. ഓക്കെ, ഇങ്ങനെ ഏതൊരു റെക്ടാങ്കിൾ തന്നാലും നമുക്ക് പെരിമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണ്, ഈ സ്മോൾ റെക്ടാങ്കിളിന്റെ ലെങ്തിന് എക്സ് എന്ന് കൊടുക്കുന്നു, ബ്രെഡ്ത്തിനെയും എക്സ് എന്ന് തന്നെ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്മോൾ റെക്ടാങ്കിൾ എ ബി സി ഡിയുടെ പെരിമീറ്റർ എന്തായിരിക്കും? യെസ്, എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് 4x ആയിരിക്കും. പെരിമീറ്റർ എന്ന് പറയുന്നത് 4x ആണെന്ന് കിട്ടി. ലാർജ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? എ പി എന്ന സൈഡ് എക്സും 1ഉം ആണ്. 1 സെന്റിമീറ്റർ വെച്ചിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. സോ സൈഡ് എക്സ് പ്ലസ് 1 ആയിട്ട് വരും. ഇവിടെ എക്സ് ആണ് സൈഡ് ഉണ്ടായിരുന്നത്, 1 എക്സ്റ്റെൻഡ് ചെയ്തു, ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ആണ് സൈഡ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും? എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 ആയിരിക്കില്ലേ? അപ്പോൾ എന്താ ആൻസർ ആയിട്ട് വരിക? x plus x plus x plus x, that is 4x ആയിരിക്കും. പ്ലസ് 1 plus 1 plus 1 plus 1, that is 4. 4x plus 4 ആയിരിക്കും. ഓക്കെ, സ്മോൾ റെക്ടാങ്കിളിന്റെ സൈഡ് എക്സ് ആക്കി എടുത്തു, ബ്രെഡ്ത്തും എക്സ് തന്നെയാണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 4x ആണെന്ന് കിട്ടി. ദെൻ എക്സ് ഉള്ള സൈഡിനെ 1 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെയും 1 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4x plus 4 ആണ് പെരിമീറ്റർ. അപ്പോൾ നമുക്ക് എഴുതാം പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 4x plus 4. ഇവിടെ വരുന്ന വേരിയബിൾ ഏതാ? എക്സ് ആണ് അല്ലേ?
അതായത് ഓൾജിബ്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് A to Z വരെയുള്ള ആൽഫബറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എക്സ് എന്ന ആൽഫബറ്റ് ആണ്. സോ 4x+4 എന്ന ഓൾജിബ്ര എക്സ്പ്രഷനിൽ പി ആണ്, ദാറ്റ് മീൻസ് പെരിമീറ്റർ, എക്സ് ആണ് വേരിയബിൾ. സോ നമുക്ക് കൊടുക്കാം പി ഓഫ് എക്സ് ആണ്. ഓക്കെ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x+4 എന്ന് കിട്ടി. അതായത് സ്മോൾ റെക്ടാങ്കിളിന്റെ സൈഡ് ആയിരുന്നു എക്സ് എന്നുള്ളത്. ആ എക്സിനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് x+1 കിട്ടിയത്. ആ പെരിമീറ്റർ ആണ് 4x+4 എന്നുള്ളത്. സോ സ്മോൾ റെക്ടാങ്കിളിന്റെ സൈഡ് എക്സിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് ലാർജ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്ന എക്സിന്റെ വാല്യൂ 3 സെന്റിമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും വരിക? 4 × 3 ദാറ്റ് ഈസ് 12. 12 + 4 16 സെന്റിമീറ്റർ ആയിരിക്കും ലാർജ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ. അതായത് ഈ ഫോമാറ്റിൽ വരുന്ന റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഓൾജിബ്ര എക്സ്പ്രഷൻ ആണ് 4x+4. ഇവിടെ എക്സിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് ലാർജ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ നമുക്ക് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x+4 എന്നുള്ള ഓൾജിബ്ര എക്സ്പ്രഷൻ യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ നോക്കാം. റെക്ടാങ്കിളിന്റെ സൈഡിന് നേരത്തെ എടുത്തതുപോലെ 3ഉം 2ഉം ആക്കി തന്നെ എടുക്കാം. 3 സെന്റിമീറ്റർ ലെങ്ത്തും 2 സെന്റിമീറ്റർ ബ്രെഡ്ത്തും ആക്കി എടുക്കുന്നു. സോ ഏരിയ ഇസ് ഈക്വൽ ടു 3 × 2. നമുക്കറിയാം റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ സ്മോൾ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് 3 × 2 ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ദെൻ ലാർജ് റെക്ടാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് 3 + 1 ദാറ്റ് ഈസ് 4 ആണ്. 2 + 1 3 ആണ്. സോ ലാർജ് റെക്ടാങ്കിളിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് 4 × 3 ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ സ്മോൾ റെക്ടാങ്കിളിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് നോക്കാം. ഓൾജിബ്ര എക്സ്പ്രഷൻ നോക്കുമ്പോൾ സ്മോൾ റെക്ടാങ്കിളിന്റെ സൈഡിനെ എക്സ് ആക്കി എടുക്കാം, ബ്രെഡ്ത്തും എക്സ് ആക്കി എടുക്കുന്നു. സോ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. ലാർജ് റെക്ടാങ്കിളിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു എക്സും 1ഉം ആണ്. 1 സെന്റിമീറ്റർ ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ ലെങ്ത് എക്സും 1ഉം, ദാറ്റ് ഈസ് x+1 എന്ന് വരും. ഇവിടെ എക്സും 1ഉം ആണ്. എക്സ്റ്റെൻഡ് ചെയ്ത സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ആണ്. സോ x+1 ആണ് നെക്സ്റ്റ് സൈഡ് വരുന്നത്. So area is equal to length into breadth, that is x+1 into x+1 എന്ന് വരും. ക്ലിയർ ആയില്ലേ? നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x into x, that is x square, x into 1, that is x, പ്ലസ് ആണ് സിമ്പൽ. then 1 into x, എക്സിന്റെയും 1ന്റെയും സിമ്പൽ പ്ലസ് ആണ്. സോ പ്ലസ് എക്സ് എന്നിടാം. 1 into 1, that is 1. ഇവിടെയും പ്ലസും പ്ലസും ആണ് സിമ്പൽസ്, പ്ലസ് ഇടാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയാം. ഇവിടെ സ്മോൾ റെക്ടാങ്കിളിന്റെ സൈഡ്സ് എക്സ് ആക്കി എടുത്തു. സോ ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഇസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. then ലാർജ് റെക്ടാങ്കിളിന്റെ ലെങ്ത് x+1ഉം x+1ഉം ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് x+1 ഇൻറ്റു x+1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, x ഇൻറ്റു 1, എക്സ്, 1 ഇൻറ്റു എക്സ്, എക്സ്, 1 ഇൻറ്റു 1, 1. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം എക്സും എക്സും ഒരേ വേരിയബിളിലാണ് കിടക്കുന്നത്. എക്സിന്റെ പവർ 1 ആണ്, ഇവിടെയും എക്സിന്റെ പവർ 1 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചേർത്ത് എഴുതാനായിട്ട് സാധിക്കും. സോ ഏരിയ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, അത് അങ്ങനെ തന്നെ കൊടുക്കാം. എക്സും എക്സും പവർ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം 2x എന്ന് പ്ലസ് 1. ഓക്കെ, അതായത് കിട്ടിയ ഏരിയ എന്ന് പറയുന്നത് x² + 2x + 1 ആണ്. ഇവിടെ വരുന്ന വേരിയബിൾ ഏതാ? എക്സ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഏരിയയെ നമുക്ക് കൊടുക്കാം a of x. a of x is equal to x² + 2x + 1. ഇതാണ് ലാർജ് റെക്ടാങ്കിളിന്റെ ഏരിയ.
സ്മോൾ റെക്ടാങ്കിളിന്റെ ഏരിയ എ ഓഫ് എക്സ് നമ്മൾ പറഞ്ഞു എക്സ് സ്ക്വയർ ആണ് എന്നുള്ളത്. ഓക്കെ, സ്മോൾ റെക്ടാങ്കിളിന്റെ ഏരിയ എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്നും ലാർജ് റെക്ടാങ്കിളിന്റെ ഏരിയ എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആണെന്ന് കിട്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾജിബ്രയിലെ നമ്മുടെ സമ്മും മൾട്ടിപ്ലിക്കേഷനും വരുന്നത് ഇങ്ങനെയാണ്. ഒരു എക്സും ഉണ്ടെങ്കിൽ ഈ എക്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2x ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ പവർ ഇവിടെ 1 ആണ്, ഇവിടെയും എക്സിന്റെ പവർ 1 ആണ്. ദാറ്റ് മീൻസ് 2x ഉണ്ട്. ദാറ്റ് മീൻസ് പവർ 1 ആക്കിക്കൊണ്ട് 2x ഉണ്ടെങ്കിൽ അവ തമ്മിൽ ചേർത്ത് കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2x ആയിരിക്കും. ഇനി എക്സും കൂടി പ്രൊഡക്റ്റ് ആണ് കാണുന്നതെങ്കിൽ എക്സിന്റെ പവർ 1 ആണ്, എക്സിന്റെ പവർ 1 ആണ്. നാം 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്നു x raised to m into x raised to n that is equal to x raised to m plus n എന്നുള്ള ഫോർമുല. ദാറ്റ് ഈസ് പവർ 1 ഉം പവർ 1 ഉം എമ്മിന്റെ പ്ലേസിൽ 1 ഉം എന്നിന്റെ പ്ലേസിൽ 1 ഉം ആണ്. So x raised to m plus n that is x raised to 1 plus 1 that is x raised to 2. Okay, so x raised to m plus n x square ആണെന്ന് കിട്ടി. ഇതാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1നെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് എഴുതാം. അതായത് ഈ ഏരിയയിൽ വരുന്ന ഓൾജിബ്ര എക്സ്പ്രഷൻ ആണ് സ്മോൾ റെക്ടാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എക്സ് സ്ക്വയറും ലാർജ് റെക്ടാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇവിടെ സ്മോൾ റെക്ടാങ്കിളിന്റെ സൈഡ് എക്സ് ആയിരുന്നു. എക്സിന് പകരം ഡിഫറെന്റ് വാല്യൂസ് വരുന്നതിനനുസരിച്ച് ലാർജ് റെക്ടാങ്കിളിന്റെ ഏരിയയിലും വ്യത്യാസം വരുന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എക്സിന് ഒരു 4 സെന്റിമീറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എക്സിന്റെ പ്ലേസിൽ 4 സെന്റിമീറ്റർ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതായത് എ ഓഫ് 4 വരും. എ ഓഫ് 4 ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ ദാറ്റ് ഈസ് 16 ആയിട്ട് വരും. 4 സെന്റിമീറ്റർ സൈഡുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടും. ദെൻ ഇതിനെ 1 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ലാർജ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും ഇപ്പോൾ വരും? ഇവിടെ എക്സിന് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, എക്സിന് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 സ്ക്വയർ 16 പ്ലസ് 2 into 4 that is 8 plus 1. 16 plus 8 24. 24 plus 1 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ 4 സെന്റിമീറ്റർ ആണ് സ്മോൾ റെക്ടാങ്കിളിന്റെ സൈഡ്. 1 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാർജ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് സ്മോൾ റെക്ടാങ്കിളിന്റെ സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കിട്ടിയ ജനറൽ ഫോം ദാറ്റ് ഈസ് ഓൾജിബ്ര എക്സ്പ്രഷനിൽ എക്സിന് പകരമായിട്ട് നമുക്ക് ആ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. റെക്ടാങ്കിളിന്റെ ഏരിയയും പെരിമീറ്ററും ഓൾജിബ്ര എക്സ്പ്രഷനിൽ എഴുതുന്ന മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് വെച്ചിട്ടുള്ള examples നോക്കാം. First question, in rectangles with one side 1 centimeter shorter than the other, take the length of the shorter side as x centimeters. First one, taking their perimeters as p of x centimeters, write the relation between p of x and x as an equation. അതായത് ഒരു സൈഡിനെ എക്സ് ആക്കി എടുക്കാം. ആ എക്സിനെക്കാട്ടിലും 1 സെന്റിമീറ്റർ കുറവായിരിക്കും നെക്സ്റ്റ് സൈഡ്. സോ ലെങ്ത്തിനെ എക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ കുറവ് ദാറ്റ് മീൻസ് എക്സ് മൈനസ് 1 ആയിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഷോർട്ടർ സൈഡിനെ വേണം എക്സ് ആക്കി എടുക്കാൻ. സോ ഷോർട്ടർ സൈഡ് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആണ് എങ്കിൽ അതിനെ നമുക്ക് എക്സ് എന്ന് കൺസിഡർ ചെയ്യാം. ഇനി രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റേ സൈഡിനെക്കാട്ടിലും 1 സെന്റിമീറ്റർ കുറവായിരിക്കണം. ഇവിടെ എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഷോർട്ടർ സൈഡാണ് എക്സ്. സോ ലോങ്ങർ സൈഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആയിരിക്കില്ലേ? എങ്ങനെയാണത്? ഷോർട്ടർ സൈഡ് എക്സ്, ലോങ്ങർ സൈഡ് എക്സ് പ്ലസ് 1 ആവുമ്പോൾ എക്സ് പ്ലസ് 1നെക്കാട്ടിലും 1 സെന്റിമീറ്റർ കുറവാണ് എക്സ്. ഓക്കെ, ഇവിടെ 2 കണ്ടീഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന്, ഷോർട്ടർ സൈഡിനെ എക്സ് ആക്കി എടുക്കണം, അതായത് ബ്രെഡ്ത്തിനെ നമ്മൾ എക്സ് ആക്കി എടുത്തു. ഇനി രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ലോങ്ങർ സൈഡിനെക്കാട്ടിലും 1 സെന്റിമീറ്റർ കുറവായിരിക്കണം ഷോർട്ടർ സൈഡ്. ലോങ്ങർ സൈഡ് ഇവിടെ ലെങ്ത് എക്സ് പ്ലസ് 1 ആണെങ്കിൽ എക്സ് പ്ലസ് 1നെക്കാട്ടിലും 1 സെന്റിമീറ്റർ കുറവാണ് ഷോർട്ടർ സൈഡ് എക്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്ററും എക്സും തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, അതിനായിട്ട് നമുക്ക് പെരിമീറ്റർ പി ഓഫ് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ വേരിയബിൾ എക്സ് ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ പി ഓഫ് എക്സ് എന്ന് എഴുതിയത്.
പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അതായത് 4 സൈഡ്സും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെരിമീറ്റർ. അതായത് എക്സ് പ്ലസ് 1 ഇവിടെ എക്സ് ആയിരിക്കും, സോ എക്സും അതേപോലെ തന്നെ ഇവിടെ എക്സ് പ്ലസ് 1 ആയിരിക്കും, എക്സ് പ്ലസ് 1 ഇവിടെ എക്സ് ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പെരിമീറ്റർ. സോ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 4 ടൈംസ് ആണ് എക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം 4x എന്നുള്ളത്. പിന്നെ 1 1 2 ടൈംസ് ഉണ്ട്, 1 പ്ലസ് 1 2. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x പ്ലസ് 2 ആണ് എന്നാണ് കിട്ടിയത്. അതിനർത്ഥം എന്താ? പെരിമീറ്റർ എന്ന് പറയുന്നത് 4x പ്ലസ് 2 ആണ്. അപ്പോൾ പെരിമീറ്ററും എക്സും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം പെരിമീറ്റർ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x പ്ലസ് 2 എന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് പി ഓഫ് 1, പി ഓഫ് 2 ആൻഡ് പി ഓഫ് 3. ഇതിൽ പി ഓഫ് എക്സ് എന്ന് 4x പ്ലസ് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പി ഓഫ് 1 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പി ഓഫ് 1. ശരിയല്ലേ? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x പ്ലസ് 2 ആണ്. എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ നമുക്ക് പി ഓഫ് 1 കിട്ടും. ദാറ്റ് ഈസ് 4 ഇൻറ്റു 1 4 ആണ്, 4 പ്ലസ് 2 6. ഇതേപോലെ തന്നെ പി ഓഫ് 2 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എക്സിന് പകരം 2 കൊടുക്കുന്നു, 2 ഇൻറ്റു 4 8, 8 പ്ലസ് 2 10. ദെൻ പി ഓഫ് 3 ഫൈൻഡ് ഔട്ട് ചെയ്യണം. പി ഓഫ് 3 ഇസ് ഈക്വൽ ടു എക്സിന് പകരം 3 കൊടുക്കാം, 3 ഇൻറ്റു 4 12, 12 പ്ലസ് 2 40. Third question, taking their areas as a of x square centimeters, write the relation between a of x and x as an equation. അതായത് റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എക്സ് പ്ലസ് 1 ബ്രെഡ്ത്ത് എക്സ് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇതിന് ഏരിയ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദാറ്റ് ഈസ് ലെങ്ത് എക്സ് പ്ലസ് 1 ബ്രെഡ്ത്ത് എക്സ്, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം. ഇവിടെ എക്സ് എന്നുള്ള വേരിയബിൾ വരുന്നത് കൊണ്ട് നമുക്ക് എ ഓഫ് എക്സ് എന്ന് കൊടുക്കാം. സോ ഏരിയ എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് എക്സ്. സോ ഏരിയ എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏരിയയും എക്സും തമ്മിലുള്ള റിലേഷൻ ആണ്. So a of x is equal to x square plus x centimeter square. Fourth question, calculate a of 1, a of 2 and a of 3. a of x എന്ന് പറയുന്നത് x square plus x ആണ്. ഇതിൽ നമുക്ക് a of 1 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് xന് പകരം നമുക്ക് കൊടുക്കേണ്ടത് 1 ആണ്. ഓക്കെ, a of 1 is equal to xന് പകരം 1 കൊടുക്കാം. ദാറ്റ് ഈസ് 1 സ്ക്വയർ 1 ആണ്. 1 plus 1 that is 2. a of 2 എന്ന് പറയുന്നത് xന് പകരം 2 കൊടുക്കുന്നതാണ്. that means 2 square 4, 4 plus 2 6. a of 3 ഫൈൻഡ് ഔട്ട് ചെയ്യാം. xന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 square 9, 9 plus 3 that is 12. Next question, consider all rectangles that can be made with a 1 meter long rod. Take one of its sides as x centimeters and the area enclosed as a of x square centimeters. First one, write the relation between a of x and x as an equation. അതായത് 1 meter long റോപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ മേക്ക് ചെയ്യുന്നു. റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡിനെ എക്സ് ആക്കി എടുക്കാം. ഏരിയ എ ഓഫ് എക്സും ആണ് എങ്കിൽ എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള റിലേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 1 മീറ്റർ ലോങ് റോപ്പ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം 1 മീറ്റർ ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണ് എന്നുള്ളത്. അതായത് റെക്റ്റാങ്കിൾ മേക്ക് ചെയ്യാൻ വേണ്ടി 1 മീറ്റർ യൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 1 മീറ്റർ ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. സോ 100 സെന്റിമീറ്ററിന്റെ ഒരു റോപ്പാണ് ഒരു റെക്റ്റാങ്കിൾ മേക്ക് ചെയ്യാനായിട്ട് വേണ്ടി വന്നത്. റെക്റ്റാങ്കിളിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമാണ്. അതേപോലെ തന്നെ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും പാരലലും ഈക്വലും ആണ്. റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. ഇവിടെ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 100 എന്ന് കൊടുക്കാം.
അതായത് 100 സെന്റിമീറ്റർ ഉള്ള ഒരു റോപ്പ് യൂസ് ചെയ്തുകൊണ്ട് റെക്ടാങ്കിൾ മേക്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ആണ് 100. സോ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ 2 into L plus B is equal to 100 എന്ന് കൊടുക്കാം. അതിനർത്ഥം L plus B is equal to 100 by 2, that is 50 ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് റെക്ടാങ്കിളിന്റെ ഒരു സൈഡിനെ എക്സ് ആക്കി എടുക്കണം എന്നാണ്. ഒരു സൈഡിനെ എക്സ് ആക്കി എടുക്കുമ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 50 മീൻസ് ബ്രെഡ്ത്തിന് പകരമായിട്ട് നമ്മൾ എക്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 50 മൈനസ് എക്സ് ആയിരിക്കും. ശരിയല്ലേ? ലെങ്ത്തിന് അങ്ങനെ തന്നെ വെക്കുന്നു. ബ്രെഡ്ത്തിന് പകരമായിട്ട് നമുക്ക് എക്സ് കൊടുക്കാം. 50 എഴുതുന്നു. പ്ലസ് എക്സിനെ റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് മൈനസ് എക്സ് ആണ്. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു 50 മൈനസ് എക്സ്. ലെങ്ത്തിന് പകരമായിട്ട് നമുക്ക് 50 മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 മൈനസ് എക്സും ബ്രെഡ്ത്ത് എക്സ് ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് മീൻസ് 50 മൈനസ് എക്സ് ഇൻറ്റു എക്സ് ആണ് എന്ന് കൊടുക്കാം. ഇവിടെ വരുന്ന വേരിയബിൾ എക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എ ഓഫ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A of x is equal to 50 minus x into x ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് 50 into x, that is 50x minus x into x, that is x square. അതായത് ഏരിയ A of x is equal to 50x minus x square. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏരിയ A of x ഉം വേരിയബിൾ x ഉം തമ്മിലുള്ള റിലേഷൻ. So area A of x is equal to 50x minus x square എന്ന് എഴുതാം. ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, why are the numbers A of 10 and A of 40 equal? A of 10 ഉം A of 40 തമ്മിൽ ഈക്വൽ ആണ് എന്തുകൊണ്ട് എന്നുള്ളത്. A of x is equal to 50x minus x square ആണ്. ഇതിൽ നമുക്ക് A of 10ന്റെയും A of 40ന്റെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. A of x is equal to 50x minus x square. x ന് പകരമായിട്ട് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും A of x എന്നുള്ളത്. So that is equal to x ന് പകരം 10 കൊടുക്കാം. 50 into 10, that is 500 minus x ന് പകരം 10 കൊടുക്കുമ്പോൾ 10 square, that is 100. 500 minus 100, 400. ഓക്കെ, അതായത് A of 10 എന്ന് പറയുന്നത് 400 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് A of 40 നോക്കാം. A of 40 is equal to x ന് പകരം 40 കൊടുക്കാം. 40 into 50, that is 2000 minus x ന് പകരം 40 കൊടുക്കുമ്പോൾ x square, that is 40 square, 1600. 2000 minus 1600, that is equal to 400. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A of 10 ഉം A of 40 ഉം ഈക്വൽ ആണ് എന്തുകൊണ്ട് എന്നാണ്. A of 10 എന്ന് പറയുന്നത് 400 ആണ്, A of 40 എന്ന് പറയുന്നത് 400 ആണ്. അതിനർത്ഥം A of 10 is equal to A of 40 എന്ന് കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആകാൻ കാരണം A of x is equal to 50x minus x square. x ന് പകരമായി 10 ഉം x ന് പകരമായി 40 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസേഴ്സ് 400 ആണ്. ഇവർ തമ്മിൽ ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം A of 10 is equal to A of 40 ആണ്. ക്ലിയർ ആയില്ലേ? താങ്ക് യു.